മുട്ടയോ മൈദയോ ചേർക്കാതെ ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ വെട്ട് കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഒരു പ്രാവശ്യം പോലും പാചകം ചെയ്യാത്തവർക്ക് പോലും ഈ വെട്ട് കേക്ക് തയ്യാറാക്കാം. വളരെ ഈസിയാണിത് തയ്യാറാക്കാനായിട്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 5 ഏലക്ക കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്കിട്ട് 1/2 കപ്പ് പാലും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് ഗോതമ്പ് പൊടി ആദ്യം ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയ്ക്ക് പകരമായിട്ടാണ്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അരിപ്പൊടി മിസ് ചെയ്യരുത് കേട്ടോ. ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. എല്ലാം കൂടി ഒന്ന് 5 മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം എണ്ണ അടുപ്പിൽ വയ്ക്കാം ചൂടാക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം കൈ ഒന്ന് ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റി നമുക്ക് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റെങ്കിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും. താങ്ക് യു ഫോർ വാച്ചിങ്.